വെൽക്കം ടു ഓൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കെമിസ്ട്രിയിലെ 6ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസ് ആണ് കേട്ടോ. ഇത് നോർമൽ ലെവൽ കാറ്റഗറിയിൽ വരുന്നതാണ്. ഒരുപാട് ഈസി അല്ല, എന്നാൽ അത്ര ഡിഫിക്കൽട്ടും അല്ല. മാത്രമല്ല ഹാലോ ആൽക്കെയിൻസിനാണ് ഇതിൽ കൂടുതൽ പ്രയോറിറ്റി കൊടുത്തിട്ടുള്ളത്. ഇത് പ്ലസ് ടുവിൻ്റെ CBSEക്കും സ്റ്റേറ്റിനും ഒരുപോലെ ഉപകാരപ്പെടുന്നതാണ്. സ്റ്റേറ്റിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേൺസ് മാറിയിട്ടുണ്ട്, എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. എനിവേ, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. സോ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റിലേക്ക് പോവാം. റൈറ്റ് ദ സ്ട്രക്ചർ ഓഫ് ദ ഫോളോയിങ് ഹാലജൻ കോമ്പൗണ്ട്സ്. ഇവിടെ രണ്ട് കോമ്പൗണ്ടുകൾ തന്നിട്ടുണ്ട്, ആ രണ്ടെണ്ണത്തിന് സ്ട്രക്ചർ വരയ്ക്കാണ് വേണ്ടത്. അപ്പോൾ നോക്കിക്കൂ, ഒന്നാമത്തെ കോമ്പൗണ്ടിൽ 1 ബ്രോമോ 4 സെക്കൻഡറി ബ്യൂട്ടൈൽ 2 മീത്തൈൽ ബെൻസീൻ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കോമ്പൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ ഏറ്റവും പ്രധാനപ്പെട്ട ചെയിന് അല്ലെങ്കിൽ റിങ് വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ബെൻസീനാണ് ഏറ്റവും പ്രധാനപ്പെട്ട റിംഗ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, ബെൻസ് റിങ് വരയ്ക്കുന്നു. സോ ബെൻസ് റിങ് വരയ്ക്കാൻ എളുപ്പമാണ്, ഈ സ്ട്രക്ചർ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഫസ്റ്റ് പൊസിഷനിൽ ബ്രോമിനും 4th പൊസിഷനിൽ സെക്കൻഡറി ബ്യൂട്ടൈലും സെക്കൻഡ് പൊസിഷനിൽ മീഥൈൽ ഗ്രൂപ്പും കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എളുപ്പത്തിന് നമുക്ക് നമ്പറുകൾ ഇട്ട് കൊടുക്കാം. നമ്പറുകൾ ഇടുമ്പോൾ ഏത് പൊസിഷനിൽ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ തൽക്കാലത്തേക്ക് ഇവിടെ 1 കൊടുക്കുന്നു, 2 കൊടുക്കുന്നു, 3 കൊടുക്കുന്നു, 4, 5, 6. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് പൊസിഷനിൽ നമ്മൾ ബ്രോമിനെ കൊടുക്കണം. അപ്പോൾ 1 ബ്രോമോ ആയിരിക്കും. സോ ഫസ്റ്റ് പൊസിഷനിൽ നമ്മൾ ബ്രോമിൻ കൊടുത്തു കഴിഞ്ഞു. ഇനി 4th പൊസിഷനിൽ സെക്കൻഡറി ബ്യൂട്ടൈലാണ്. സെക്കൻഡറി ബ്യൂട്ടൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, CH3 CH2 CH2 CH3 ആണ് ബ്യൂട്ട് വരുന്നത്. ഈ ബ്യൂട്ടിൽ രണ്ടറ്റത്ത് വരുന്ന കാർബണുകൾ പ്രൈമറിയും നടുക്ക് വരുന്ന 2 കാർബണുകൾ സെക്കൻഡറിയാണ്. ഈ സെക്കൻഡറി കാർബൺ വഴി കണക്ട് ചെയ്യുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് 4ാമത്തെ പൊസിഷനിൽ നമ്മൾ കൊടുക്കേണ്ടത് ബ്യൂട്ടൈൻ്റെ തന്നെ സെക്കൻഡറി കാർബൺ ആറ്റം കണക്ട് ചെയ്യുന്ന രീതിയിലാണ്. അതായത് CH3 സിംഗിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH2 CH3. ഇങ്ങനെയാകുമ്പോൾ ബ്യൂട്ടൈൻ്റെ സെക്കൻഡറി കാർബൺ ആറ്റം 4th പൊസിഷനിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 4th പൊസിഷനിൽ സെക്കൻഡറി ബ്യൂട്ടൈൽ ഗ്രൂപ്പും ആയിട്ടുണ്ട്. ഇനി 2 മീഥൈൽ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പൊസിഷനിൽ മീഥൈൽ ഗ്രൂപ്പ് കൊടുക്കണം. മീഥൈൽ ഗ്രൂപ്പ് CH3 ആണെന്ന് നമുക്കറിയാം. സോ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒന്നാമത്തെ കോമ്പൗണ്ട് അവിടെ കംപ്ലീറ്റ് ആയി. ഇനി രണ്ടാമത്തെ കോമ്പൗണ്ട് ചോദിച്ചിരിക്കുന്നത് ക്ലോറോഫിനൈൽ മീഥൈൻ ആണ്. ക്ലോറോഫിനൈൽ മീഥൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മീഥൈൻ വരുന്നുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട ഹൈഡ്രോകാർബൺ വരുന്നത് മീഥൈൻ തന്നെയാണ്. പക്ഷേ ആ മീഥൈനിൽ ഇപ്പോൾ ഒരു കാർബൺ ആറ്റം വരുമ്പോഴാണല്ലോ നമ്മൾ മീഥൈൻ എന്ന് പറയാം. അതുമ്പോൾ ഒരു ഫിനൈൽ റിങ് എന്ന് പറഞ്ഞാൽ ബെൻസീൻ ആണ്. ബെൻസീൻ്റെ മറ്റൊരു പേരാണ് ഫിനൈൽ എന്നുള്ളത്. ബെൻസീൻ ബ്രാഞ്ച് ആയിട്ട് വരുമ്പോഴാണ് നമ്മൾ ഫിനൈൽ എന്നുള്ള വാക്ക് യൂസ് ചെയ്യുക. അപ്പോൾ മീഥൈൻ കേട്ട ഉടനെ നമ്മൾ ഒരു കാർബൺ ആറ്റം കൊടുത്തു, അതുപോലെ ഒരു ഫിനൈൽ റിങ് കൊടുത്തു, അതുപോലെ തന്നെ അതുപോലെ ഒരു ക്ലോറിനും കൊടുക്കണം. ഈ കാർബൺ ആറ്റത്തിൽ ഒരു ക്ലോറിൻ കൂടി കൊടുക്കണം. അപ്പോൾ ഈ കാർബൺ ആറ്റത്തിൻ്റെ ഒപ്പം നമുക്ക് 2 ബോണ്ടാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ബാക്കി 2 ഹൈഡ്രജൻ ആയിട്ട് കൊടുത്തേക്കാം. സോ ഇതാണ് ക്ലോറോഫിനൈൽ മീഥൈൻ എന്ന് പറയുന്നത്. ഇതിനൊരു കോമൺ നെയിം കൂടി ഉണ്ട്, അതൊന്ന് ഓർത്ത് വെച്ചേക്കണം, ബെൻസൈൽ ക്ലോറൈഡ് എന്നുള്ളത്. എല്ലാവരും തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ബെൻസൈൽ ക്ലോറൈഡ് എന്ന് പറയുന്നത് ഈ കോമ്പൗണ്ടാണ് കേട്ടോ. അല്ലാതെ ഞാനിവിടെ വേറൊരു കോമ്പൗണ്ട് വരച്ച് കാണിച്ചു തരാം. ഇവിടെ ഒരു ബെൻസീൻ വരച്ചിട്ട് ഇതിൽ ക്ലോറിൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ബെൻസൈൽ ക്ലോറൈഡ് അല്ല, ഇത് ക്ലോറോ ബെൻസീനാണ്. ഇത് പലർക്കും മാറിപ്പോകുന്നൊരു കാര്യമാണ്, അതുകൊണ്ട് ജസ്റ്റ് അഡീഷണൽ ആയിട്ട് പറഞ്ഞു എന്നുള്ളൂ. സോ നമ്മുടെ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഇതും, രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഇതുമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, 1 ക്ലോറോപ്രൊപ്പൈൻ ഐസോപ്രൊപ്പൈൽ ക്ലോറൈഡ് 1 ക്ലോറോബ്യൂട്ടൈൻ. ഇതിനെ ബോയിലിംഗ് പോയിന്റിന്റെ ഇൻക്രീസിങ് ഓർഡറിലാക്കിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് കോമ്പൗണ്ട് നമ്മൾ ആദ്യം വരച്ച് നോക്കണം. 1 ക്ലോറോപ്രൊപ്പൈൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം CH3 CH2 CH2 Cl, ഇതാണ് 1 ക്ലോറോപ്രൊപ്പൈൻ. ഐസോപ്രൊപ്പൈൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ CH3 CH CH3, ആ സെൻട്രൽ കാർബൺ ആറ്റത്തിൽ നിന്ന് വേണം ക്ലോറിൻ വരാൻ. ഇങ്ങനെ വരുമ്പോഴാണ് ഐസോപ്രൊപ്പൈലായിട്ട് മാറുക ഗ്രൂപ്പ്. ദെൻ 1 ക്ലോറോബ്യൂട്ടൈൻ. 1 ക്ലോറോബ്യൂട്ടൈൻ എന്ന് പറയുന്നത് CH3 CH2 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 Cl, ഇതാണ് 1 ക്ലോറോബ്യൂട്ടൈൻ. ഇപ്പം 3 കോമ്പൗണ്ടുകൾ വരച്ചു കഴിഞ്ഞു. ഇനി ഇതിനെ ബോയിലിംഗ് പോയിന്റിന്റെ ഇൻക്രീസിങ് ഓർഡറിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2 കാര്യങ്ങൾ പ്രധാനമായിട്ട് ഓർത്ത് വെച്ചേക്കുക. അതായത് നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് കൂടും തോറും ബോയിലിംഗ് പോയിന്റ് കൂടും എന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. അതുപോലെ തന്നെ ബ്രാഞ്ചസ് വരുംതോറും ബോയിലിംഗ് പോയിന്റ് കുറയാണ് ചെയ്യുക, നേരെ ഓപ്പോസിറ്റ് ആണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പം നമ്പർ ഓഫ് കാർബൺ ആറ്റം കൂടിക്കഴിഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് കൂടുന്നതുകൊണ്ട് തന്നെ ഇവിടെ കാർബൺ ആറ്റം എണ്ണി നോക്കൂ, ഇവിടെ ക്ലോറിൻ സെയിം ആണ്. നോക്കൂ, ഇവിടെ ക്ലോറിൻ ആണ്, ഇവിടെ ക്ലോറിൻ ആണ്, ഇവിടെ ക്ലോറിൻ ആണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാർബണിന്റെ എണ്ണം നോക്കുക. എണ്ണം നോക്കുമ്പോൾ ഇവിടെ 3 കാർബൺ ആറ്റം ഉണ്ട്,
ഇവിടെ 3 കാർബൺ ആറ്റം ഉണ്ട്, പക്ഷെ ഇവിടെ 4 കാർബൺ ആറ്റം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 4 കാർബൺ ആറ്റം വരുന്ന കോമ്പൗണ്ട് ആയിരിക്കും ഹയസ്റ്റ് ബോയിലിംഗ് പോയിന്റ് കാണിക്കുന്നത്. നമ്പർ ഓഫ് കാർബൺ ആറ്റം കൂടുന്തോറും ബോയിലിംഗ് പോയിന്റ് കൂടുന്നു. അതുകൊണ്ട് ഏറ്റവും അവസാനം വരേണ്ടത്, അതായത് ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് വരുന്നത് CH3, CH2, 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 Cl തന്നെയാണ്. ഇനി ബാക്കി വരുന്ന 2 കോമ്പൗണ്ടുകളിൽ 3 കാർബൺ ആറ്റംസ് ആണ് ഉള്ളത്, ഒരേ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആണ് വരുന്നത്. അപ്പോൾ ഈ 2 പേര് തമ്മിലുള്ള കോമ്പറ്റീഷനിൽ 1 ക്ലോറോപ്രൊപ്പൈൻ ആണ് കൂടുതൽ ബോയിലിംഗ് പോയിന്റ് കാണിക്കുക, കാരണം അവിടെ ബ്രാഞ്ചിങ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്കൻഡ് പൊസിഷനിൽ വരുന്നത് CH3, CH2, CH2, Cl ആയിരിക്കും സെക്കൻഡ് പൊസിഷനിൽ വരുന്നത്. ആൻഡ് ഏറ്റവും ലാസ്റ്റ് വരുന്നത്, ഏറ്റവും ലോവസ്റ്റ് കാണിക്കുന്നത് CH3, CH, Cl, CH3 ഇതായിരിക്കും വരുന്നത്. സോ ഇതാണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. സോ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ബ്രോമോ മീതെയിൻ, ക്ലോറോ മീതെയിൻ, ഡൈക്ലോറോമീതെയിൻ. ഇവിടെയും ബോയിലിംഗ് പോയിന്റ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്, അതിൻ്റെ ഇൻക്രീസിംഗ് ഓർഡർ ആണ്. നമുക്ക് കോമ്പൗണ്ടുകൾ ഒന്ന് വരച്ചു നോക്കാം. ബ്രോമോ മീതെയിൻ എന്ന് പറയുമ്പോൾ CH3Br, ഇതാണ് ബ്രോമോ മീതെയിൻ. ക്ലോറോ മീതെയിൻ എന്ന് പറയുമ്പോൾ CH3Cl വരും. ഡൈക്ലോറോ മീതെയിൻ എന്ന് പറയുമ്പോൾ CH2, 2 ക്ലോറിൻ വരണം, അപ്പോൾ Cl2 വരും. നോക്കൂ, ഇവിടെ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് 3ലും സെയിം ആണ്, ഒറ്റ കാർബൺ ആറ്റം ആണ് വരുന്നത്. അപ്പോൾ സൈസ് ഓഫ് ഹാലജൻ ഇൻക്രീസ് ചെയ്യുന്നത് ഡൗൺ ദ ഗ്രൂപ്പ് ആണ്. അപ്പോൾ ഇവിടെ ഓർത്ത് വയ്ക്കേണ്ട പോയിന്റ്, സൈസ് ഓഫ് ഹാലജൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ ബോയിലിംഗ് പോയിന്റും ഇൻക്രീസ് ചെയ്യും. ഈ പോയിന്റ് ഓർത്ത് വെക്കുക, കാരണം അതിൻ്റെ ഇടയിലുള്ള വാൻ ഡെർ വാൾസ് ഫോഴ്സ് കൂടുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ നമ്പർ ഓഫ് കാർബൺ കൂടിക്കഴിഞ്ഞാലും ബോയിലിംഗ് പോയിന്റ്, നമ്പർ ഓഫ് ഹാലജൻസ് കൂടിയാലും ബോയിലിംഗ് പോയിന്റ് കൂടും. ഈ 2 പോയിന്റുകൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇവിടെ നോക്കിക്കൂ, ഏറ്റവും കൂടുതൽ ഹാലജൻ ആറ്റംസ് വരുന്നത് CH2, Cl2 ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ഹയസ്റ്റ് ബോയിലിംഗ് പോയിന്റ് കാണിക്കുന്നത് CH2, Cl2 ആയിരിക്കും ഏറ്റവും മാക്സിമം ബോയിലിംഗ് പോയിന്റ് കാണിക്കുന്നത്. ഇനി രണ്ടാമത് വരുന്നത് ഓരോ ഹാലജൻസ് വരുന്നത് ഫസ്റ്റ് വണ്ണിലും സെക്കൻഡ് വണ്ണിലും ഉണ്ട്, പക്ഷെ അതിൽ ബ്രോമിന്റെ സൈസ് കൂടുതലായതുകൊണ്ട് അതിന് ബോയിലിംഗ് പോയിന്റ് കൂടുതലായിരിക്കും. അതുകൊണ്ട് CH3Br ആയിരിക്കും സെക്കൻഡ് വരുന്നത്. ഏറ്റവും ലോവസ്റ്റ് ബോയിലിംഗ് പോയിന്റ് കാണിക്കുന്നത് അപ്പോൾ CH3Cl ആയിരിക്കും. ദിസ് ഇസ് ആൻസർ ഫോർ തേർഡ് ക്വസ്റ്റ്യൻ. സോ ക്വസ്റ്റ്യൻ നമ്പർ 4, ഇവിടെ ചോദിച്ചിരിക്കുന്നത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷന്റെ ഇൻക്രീസിംഗ് ഓർഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ റിയാക്ടിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ക്ലോറോമീതെയിൻ തന്നിട്ടുണ്ട്, ബ്രോമോമീതെയിൻ തന്നിട്ടുണ്ട്, അയോഡോമീതെയിൻ തന്നിട്ടുണ്ട്. നമുക്കറിയാം CH3Cl ആണ് ക്ലോറോമീതെയിൻ, CH3Br ആണ് ബ്രോമോമീതെയിൻ, CH3I ആണ് അയോഡോമീതെയിൻ. 3 എണ്ണത്തിലും സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഹാലജൻസ് നോക്കണം. ഹാലജൻസിൽ ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ വരുന്നുണ്ട്. നമുക്കറിയാം ക്ലോറിനേക്കാൾ സൈസ് കൂടുതലാണ് ബ്രോമിന്, അതിനേക്കാൾ സൈസ് കൂടുതലാണ് അയോഡിന്. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനിൽ ചെയ്യേണ്ടത് ഈ ഹാലജൻ ആറ്റംസ്, ഈ പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഹാലജൻ ആറ്റംസ് ഇതിൽ നിന്ന് വിട്ടുപോയിട്ട് പുതിയ ന്യൂക്ലിയോഫൈൽ വന്ന് ജോയിൻ ചെയ്യാണ് വേണ്ടത്. അതായത് ക്ലോറിനും ബ്രോമിനും അയോഡിനും ഒക്കെ നിന്ന് വിട്ടുപോകണം. അങ്ങനെ വിട്ടുപോകുമ്പോൾ സൈസ് കൂടിയ ഹാലജൻ ആണെങ്കിൽ അത് ഈസി ആയിട്ട് അതിന് ലീവ് ചെയ്യും, കാരണം അതിന് സ്ട്രോങ് ആയിട്ടൊരു ബോണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഏറ്റവും സൈസ് കൂടിയ ആൾ അയോഡിൻ ആയതുകൊണ്ട് തന്നെ അയോഡിൻ ആ CH3യിൽ നിന്ന് പെട്ടെന്ന് വിട്ടുപോവുകയും പുതിയ ന്യൂക്ലിയോഫൈലിന് അങ്ങോട്ട് വരാൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് CH3I വളരെ പെട്ടെന്ന് തന്നെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ കാണിക്കും, റിയാക്ടിവിറ്റി വളരെ കൂടുതലായിരിക്കും. പക്ഷെ അതിനേക്കാൾ സൈസ് കുറഞ്ഞ ബ്രോമിൻ അയോഡിനേക്കാൾ സ്ലോ ആയിട്ടായിരിക്കും വിട്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ CH3Br റിയാക്ടിവിറ്റി കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും വരിക, അതിനേക്കാൾ കുറവായിരിക്കും സൈസ് കുറഞ്ഞ CH3Cl. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഓർത്തോ ആൻഡ് പാരാ ഡൈക്ലോറോ ബെൻസീൻ, അതിന് ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് മെൽറ്റിംഗ് പോയിന്റ് ആണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കറിയാം മെൽറ്റ് ചെയ്യുക എന്ന് പറയുമ്പോഴേ ഒരു സോളിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ ഹീറ്റ് ചെയ്തിട്ട് അത് ലിക്വിഡ് ആക്കി മാറ്റുക. നമുക്കറിയാം സോളിഡ്സിൽ ടൈറ്റ്ലി പാക്കിംഗ് ആണ്, ലിക്വിഡ്സ് ആകുമ്പോൾ കുറച്ചും കൂടി ലൂസ്ലി പാക്ഡ് ആണ്. അതുകൊണ്ട് സോളിഡ്സിലുള്ള ബോണ്ടുകൾ ബ്രേക്ക് ചെയ്താലാണ് നമുക്ക് ലിക്വിഡ് ആക്കി മാറ്റാൻ പറ്റുക. ഇവരുടെ മെൽറ്റിംഗ് പോയിന്റ് കമ്പയർ ചെയ്യുമ്പോൾ പാരാ ഡൈക്ലോറോ ബെൻസീന് സിമ്മെട്രി കൂടുതലാണ്. സിമ്മെട്രി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 ഈക്വൽ ഹാഫ് കിട്ടുന്നതിനാണ് സിമ്മെട്രി എന്ന് പറയുന്നത്. അപ്പോൾ പാരാ ഡൈക്ലോറോ ബെൻസീൻ മോർ സിമ്മെട്രിക്കൽ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പാക്കിംഗ്, ഒരു ക്രിസ്റ്റലാറ്റിസിലുള്ള അതിൻ്റെ പാക്കിംഗ് എന്ന് പറയുന്നത് കൂടുതൽ ബെറ്റർ ആയിരിക്കും. അപ്പോൾ അവർക്കിടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനും സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ നമുക്കതിനെ ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറ്റണമെങ്കിൽ അത്രയും എനർജി കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് സിമ്മെട്രിക്കൽ ആയിട്ടുള്ള പാരാ ഡൈക്ലോറോ ബെൻസീനാണ്
കൂടുതൽ ബോയിലിംഗ് പോയിന്റ് കാണിക്കുക. അതിന് റീസൺ ആയിട്ട് വരുന്നത് സിമ്മട്രിയാണ്. അതിനേക്കാൾ കുറവായിരിക്കും ഓർത്തോ ഡൈക്ലോറോ ബെൻസീൻ. So moving to question number 6. Among the isomeric alkanes of molecular formula C5H12, identify the one that on photochemical chlorination gives monochloro, trichloro and tetrachloro derivatives. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് C5H12 വരയ്ക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം CH3, CH2, 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 CH3 ഇതാണ് C5H12, ഒരു ആൽക്കെയിൻ ആണെന്ന് നമുക്കറിയാം. ഇതിൽ നമുക്ക് വേറെ രീതിയിലും കൂടി വരയ്ക്കാം. CH3, CH3, CH2, CH3. ആദ്യത്തേത് നോർമൽ പെൻറ്റീനും രണ്ടാമത്തേത് ഐസോ പെൻറ്റീനുമാണ്. മൂന്നാമത് വരയ്ക്കാൻ പറ്റുന്നത് CH3, 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 CH3 നിയോ പെൻറ്റീനുമാണ്. സോ നോർമൽ പെൻറ്റീൻ, ഐസോ പെൻറ്റീൻ ആൻഡ് നിയോ പെൻറ്റീൻ. ഇനി ഇതിന് ക്ലോറിനേഷൻ ചെയ്യാന്ന് പറയുമ്പോൾ ഒരു ഹൈഡ്രജൻ ആറ്റത്തിനെ മാറ്റിയിട്ട് ക്ലോറിൻ വരികയാണ് ചെയ്യാം. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒന്നാമത്തേലുള്ള പോസിബിലിറ്റി നമുക്ക് നോക്കി വെക്കാം. എൻഡ് കാർബൺ ആറ്റത്തിൽ നിന്നാണ് ഹൈഡ്രജൻ പോകുന്നതെങ്കിൽ CH3, CH2, 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 Cl ഇതായിരിക്കും ഒന്നാമത്തെ പ്രൊഡക്റ്റ് വരുന്നത്. 1 ക്ലോറോ പെൻറ്റൈൻ. ഒന്നാമത്തെ കാർബണിൽ നിന്ന് ഹൈഡ്രജൻ നഷ്ടപ്പെട്ട് പകരം ക്ലോറിൻ വന്നു. ഇതുപോലെ രണ്ടാമത്തെ കാർബണിൽ നിന്നാണ് പോകുന്നതെങ്കിൽ CH3, CH2, CH2, CHCl, CH3 2 ക്ലോറോ പെൻറ്റൈൻ എന്നുള്ള പ്രൊഡക്റ്റ് കിട്ടും. മൂന്നാമത്തെ കാർബണിൽ നിന്നാണ് പോകുന്നതെങ്കിൽ CH3, CH2, CHCl, CH3 വരും. മൂന്ന് പോസിബിലിറ്റീസോടെ CH2, CH3 വരും. മൂന്ന് പോസിബിലിറ്റീസ് ഇവിടെ ഉണ്ട്. ഇനി ക്ലോറിൻ ഏത് കാർബണിൽ കൊടുത്തു കഴിഞ്ഞാലും ഈ പേരുകൾ റിപ്പീറ്റ് ചെയ്ത് വരും. 1 ക്ലോറോ, 2 ക്ലോറോ ആൻഡ് 3 ക്ലോറോ. സോ ഇവിടെ മൂന്ന് പോസിബിലിറ്റീസ് ആണ് ഉള്ളത്. 3 മോണോക്ലോറോ പ്രൊഡക്റ്റുകളാണ് ഉള്ളത്. ഇനി ഇതേ സമയം നമ്മൾ രണ്ടാമത്തെ കോമ്പൗണ്ടാണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ എൻഡ് കാർബൺ ആറ്റത്തിൽ ഒന്നാമത്തെ കാർബൺ ആറ്റത്തിൽ ക്ലോറിൻ കൊടുക്കുകയാണെങ്കിൽ CH2, Cl വരും. ബാക്കി ഇവിടെ CH, CH3, CH2, CH3 ഇതാണ് ഒന്നാമത്തെ മോണോക്ലോറോ പ്രൊഡക്റ്റ് വരുന്നത്. സെക്കൻഡ് കാർബൺ ആറ്റത്തിൽ നിന്നാണ് ഹൈഡ്രജൻ പോകുന്നതെങ്കിൽ CH3, CH3 വരും. ഇവിടെ CH3, ഇവിടെ Cl വരും. ഇവിടെ CH2, CH3 വരും. മൂന്നാമത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത് മൂന്നാമത്തെ കാർബൺ എന്ന് CH3, CH3 ഇവിടെ നിന്ന് ഹൈഡ്രജൻ പോവുകയാണെങ്കിൽ ഇവിടെ CH ആവും, ഇവിടെ Cl വരും, CH3 വരും. മൂന്നാമത്തെ പോസിബിലിറ്റി. നാലാമത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത് CH3, CH3, CH2, Cl വരും. 4 പോസിബിലിറ്റീസ് ഇവിടെ ഉണ്ട്. 4 മോണോക്ലോറോ പ്രൊഡക്റ്റുകൾ കിട്ടുന്നുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെന്ന് വെച്ചാൽ നിയോ പെൻറ്റൈൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരൊറ്റ പോസിബിലിറ്റിയേ ഉള്ളൂ. കാരണം CH3, CH3 ഒന്നാമത്തെ കാർബണിൽ നിന്ന് ക്ലോറിൻ ഹൈഡ്രജൻ പോയിട്ട് ക്ലോറിൻ വരിക, CH2, Cl ഇങ്ങനെ ഒരു സിംഗിൾ പ്രൊഡക്റ്റ് മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. ബാക്കി എവിടെ ക്ലോറിൻ കൊടുത്തു കഴിഞ്ഞാലും ഇതേ പേര് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരും. അതുകൊണ്ട് ഇവിടെ ഒരൊറ്റ മോണോക്ലോറോ പ്രൊഡക്റ്റ് വരുന്നുള്ളൂ. സോ നിയോ പെൻറ്റൈൻ മോണോക്ലോറോ പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നു. അതേപോലെ ഐസോ പെൻറ്റൈൻ ആണ് ടെട്രാക്ലോറോ പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്ന ആള്. അതുപോലെ തന്നെ നോർമൽ പെൻറ്റൈൻ ആണ് ട്രൈക്ലോറോ പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നത്. സോ മൂവിങ് ടു 7th ക്വസ്റ്റ്യൻ. വിച്ച് ആൽക്കൈൽ ഹാലൈഡ് വുഡ് യു എക്സ്പെക്ട് ടു റിയാക്ട് മോർ റാപ്പിഡ്ലി ബൈ SN2 മെക്കാനിസം? അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബ്രോമോ ബ്യൂട്ടൈനും 2-ബ്രോമോ ബ്യൂട്ടൈനും ആണ്. നമുക്ക് കോമ്പൗണ്ട് ഒന്ന് വരച്ചു നോക്കാം. CH3, CH2, Br ഇതാണ് ബ്രോമോ ബ്യൂട്ടൈൻ വരുന്നത്. ദിസ് ഇസ് ബ്രോമോ ബ്യൂട്ടൈൻ. 2-ബ്രോമോ ബ്യൂട്ടൈൻ എന്ന് പറയുന്നത് CH3, CH2, Br, CH3, 2-ബ്രോമോ ബ്യൂട്ടൈൻ. ഒന്നാമത്തതിൽ ബ്രോമിൻ കണക്ട് ചെയ്തിരിക്കുന്ന കാർബൺ ആറ്റം ഒരു പ്രൈമറി കാർബൺ ആണ്. സോ ഇതൊരു പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് ആണ്. രണ്ടാമത്തേൽ ബ്രോമിൻ കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു സെക്കൻഡറി കാർബണുമിലാണ്. അതുകൊണ്ട് ഒരു സെക്കൻഡറി ഹാലൈഡ് ആണ്. നമുക്കറിയാം SN2ന്റെ ഓർഡർ വരുന്നത് പ്രൈമറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ ടേർഷ്യറി, ഇതാണ് ഓർഡർ വരുന്നത്. അപ്പോൾ ഈ രണ്ടെണ്ണത്തിൽ പ്രൈമറി കാർബൺ ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ബ്രോമോ ബ്യൂട്ടൈൻ ആണ് SN2 റിയാക്ഷൻ വളരെ ഫാസ്റ്റ് ആയിട്ട് കാണിക്കാം. സോ ഒന്നാമത്തെ ആൻസർ വരുന്നത് ബ്രോമോ ബ്യൂട്ടൈൻ എന്നുള്ളതാണ് കേട്ടോ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 3-methyl ബ്രോമോ ബ്യൂട്ടൈൻ. നമുക്കത് വരച്ച് നോക്കാം.
CH3 CH CH3 CH2 CH2 Br. ഇതാണ് 3-methyl bromobutane. അതുപോലെ രണ്ടാമത് ചോദിച്ചിരിക്കുന്നത് 2-methyl bromobutane ആണ്. CH3 CH2 CH CH3 CH2 Br. ഇതാണ് 2-methyl bromobutane. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ബ്രോമിൻ അറ്റാച്ച് ചെയ്ത ഈ കാർബണമിലാണ് പുതിയ ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാച്ച് ചെയ്യേണ്ടത്. SN2 റിയാക്ഷൻ അങ്ങനെയാണ് പറയുന്നത്. ഒരു ന്യൂക്ലിയോഫൈലിനെ അവിടെ നിർത്തിക്കൊണ്ട് തന്നെ രണ്ടാമത്തെ ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യും. അപ്പോൾ ബ്രോമിനെ അവിടെ നിർത്തിക്കൊണ്ട് തന്നെ ആ കാർബൺ ആറ്റത്തിൽ പുതിയ ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാച്ച് ചെയ്യണം. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഒന്നാമത്തതിൽ മീഥൈൽ ഗ്രൂപ്പ് കുറച്ച് ഡിസ്റ്റൻസിലാണ് കിടക്കുന്നത്, ഇവിടെയാണ് കിടക്കുന്നത്. പക്ഷെ രണ്ടാമത്തെ മീഥൈൽ ഗ്രൂപ്പ് കുറച്ചും കൂടി ക്ലോസർ ആയിട്ടാണ് കിടക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ രണ്ടാമത്തെ കോമ്പൗണ്ടിന് സ്റ്റെറിക് ഹിൻഡ്രൻസ് കൂടുതലായിരിക്കും, ഒന്നാമത്തതിന് സ്റ്റെറിക് ഹിൻഡ്രൻസ് കുറവായിരിക്കും. അപ്പോൾ ഈ സ്റ്റെറിക് ഹിൻഡ്രൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആൽക്കൈൽ ഗ്രൂപ്പുകളുടെ പ്രസൻസ് കാരണം പുതിയ ഗ്രൂപ്പുകൾക്ക് വരാൻ പറ്റാതെ വരുന്ന അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് സ്റ്റെറിക് ഹിൻഡ്രൻസ് കുറഞ്ഞ ആൽക്കൈൽ ഹാലൈഡിലായിരിക്കും SN2 റിയാക്ഷൻ ഫാസ്റ്റ് ആയിട്ട് നടക്കുക. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ കോമ്പൗണ്ടിലാണ് SN2 റിയാക്ഷൻ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നോക്കുന്നത്. ഒന്ന് പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ഓർഡർ നോക്കുക. രണ്ടാമത്തെ സ്റ്റെറിക് ഹിൻഡ്രൻസ് നോക്കുക. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈ തന്നിരിക്കുന്ന രണ്ട് കോമ്പൗണ്ടുകളിൽ SN1 റിയാക്ഷൻ എവിടെയാണ് ഫാസ്റ്റ് ആയിട്ട് നടക്കുക എന്നുള്ളതാണ്. ഇത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം SN1 റിയാക്ഷന്റെ ഓർഡർ വരുന്നത് ടെർഷ്യറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി. ഇതാണ് SN1 റിയാക്ഷന്റെ ഓർഡർ വരിക. അപ്പോൾ ഇവിടെ നോക്കിക്കോ, ഒന്നാമത്തെ കോമ്പൗണ്ടിൽ ക്ലോറിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ കാർബൺ ആറ്റം എന്ന് പറയുന്നത് ഒരു ടെർഷ്യറി കാർബൺ ആണ്. പക്ഷെ രണ്ടാമത്തേൽ ക്ലോറിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആറ്റം എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി കാർബൺ ആണ്. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ടെർഷ്യറി ആയതുകൊണ്ട് അതിന് SN1 റിയാക്ഷൻ കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് കാണിക്കാൻ പറ്റും. സോ ഫസ്റ്റ് വൺ ഈസ് മോർ റിയാക്റ്റീവ് ടുവാർഡ്സ് SN1 റിയാക്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 9, നെയിം ദ മേജർ മോണോഹാലോ പ്രൊഡക്റ്റ് ഓഫ് ദ ഫോളോയിങ്. ഇവിടെ മീഥൈൽ ഗ്രൂപ്പ് സൈക്ലോഹെക്സീൻ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെ HI ആയിട്ടാണ് റിയാക്ട് ചെയ്യിപ്പിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഡബിൾ ബോണ്ട് വന്നു കഴിഞ്ഞാൽ അഡീഷൻ റിയാക്ഷൻ നടക്കുമ്പോൾ നമ്മളിവിടെ മാർക്കോണിക് ഓഫ് റൂൾ നോക്കണം. മാർക്കോണിക് ഓഫ് റൂൾ എന്താ പറയുന്നത്? ഡബിൾ ബോണ്ടഡ് കാർബൺ ആറ്റത്തിനെ നമ്മൾ എന്താക്കി മാറ്റുക? സിംഗിൾ ബോണ്ട് ആക്കി മാറ്റുക. എന്നിട്ട് ഹൈഡ്രജൻ കൂടിയ കാർബണിലേക്ക് പോസിറ്റീവ് പാർട്ട് കൊടുത്തേക്കുക. അതായത് ഇപ്പോൾ ആഡ് ചെയ്യുന്നത് പോസിറ്റീവ് പാർട്ട് എന്നുള്ളത് H+ ആണ്, അയോഡിന് മൈനസ് ആണ് വരുന്നത്. അപ്പോൾ H+ വരേണ്ടത് ഹൈഡ്രജൻ ആറ്റം കൂടിയ കാർബണിലേക്കാണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം താഴത്തുള്ള ഈ കാർബണിൽ ഒരു ഹൈഡ്രജൻ ആറ്റം ഉണ്ടായിരിക്കും. പക്ഷേ ഈ CH3 കണക്ട് ചെയ്ത കാർബൺ 4 ബോണ്ടുകൾ ഫോം ചെയ്തിട്ടുണ്ട്, അതായത് വാലൻസി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഹൈഡ്രജൻ ഉണ്ടാവില്ല. അപ്പോൾ ഡബിൾ ബോണ്ട് നമ്മൾ സിംഗിൾ ബോണ്ട് ആക്കിയതിന് ശേഷം ഇതിൻ്റെ പ്രൊഡക്റ്റ് വരയ്ക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡബിൾ ബോണ്ടിന് സിംഗിൾ ബോണ്ട് ആക്കി വരച്ചതിന് ശേഷം എവിടെയാണോ ഹൈഡ്രജൻ കൂടുതലുള്ളത് അവിടേക്ക് ഹൈഡ്രജനും, അല്ലാത്ത ഹൈഡ്രജൻ കുറഞ്ഞ കാർബണിലേക്ക് അയോഡിനും I- കൊടുക്കണം. അപ്പോൾ CH3 കണക്ട് ചെയ്തിരിക്കുന്ന ഈ കാർബണിൽ ഹൈഡ്രജൻ ഇല്ലാത്തതുകൊണ്ട് അവിടേക്ക് തന്നെയാണ് I- കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ പേര് വരിക 1 അയോഡോ. ആ 1 എന്നുള്ള നമ്പർ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. 1 അയോഡോ മീഥൈൽ സൈക്ലോഹെക്സൈൻ. ഇതായിരിക്കും പ്രൊഡക്റ്റ് വരുന്നത്. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 10. ഇവിടെയും SN2 റിയാക്ഷൻ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഓരോ കോമ്പൗണ്ട് ഒന്ന് വരച്ച് വെക്കാം. 2-bromo 2-methyl butane എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ബ്യൂട്ടേൻ വരച്ചു. അതിൻ്റെ സെക്കൻഡ് കാർബൺ ആറ്റത്തിൽ ഒരു മീഥൈൽ ഗ്രൂപ്പും വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു ബ്രോമിനും വരുന്നുണ്ട്. 1-bromo pentane എന്ന് പറയുമ്പോൾ നമ്മൾ പെൻറ്റെയിൻ വരച്ചു. ഇതാണ് പെൻറ്റെയിൻ വരുന്നത്, അതിൽ ഒരു ബ്രോമിൻ വരുന്നു. ഫസ്റ്റ് കാർബൺ ആറ്റത്തിൽ ബ്രോമിൻ വരുന്നു. 2-bromo pentane എന്ന് പറയുമ്പോൾ ഇവിടെയും പെൻറ്റെയിൻ വരച്ചു, പക്ഷെ സെക്കൻഡ് കാർബൺ ആറ്റത്തിലാണ് ബ്രോമിൻ വരുന്നത്. ഇനി നമുക്ക് നോക്കിയാൽ അറിയാം, ഒന്നാമത്തേത് എന്ന് പറയുന്നത് ബ്രോമിൻ കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു ടെർഷ്യറി കാർബണിലാണ്. സോ ഇതൊരു ടെർഷ്യറി ഹാലൈഡ് ആണ്. രണ്ടാമത്തേതൊരു പ്രൈമറി ഹാലൈഡ് ആണ്. മൂന്നാമത്തേതൊരു സെക്കൻഡറി ഹാലൈഡ് ആണ്. അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് SN2 റിയാക്ഷൻ കാണിക്കുന്നത് നമുക്കറിയാം പ്രൈമറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ ടെർഷ്യറി. സോ 1-bromo pentane ആണ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് SN2 റിയാക്ഷൻ കാണിക്കുക, ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് SN2 റിയാക്ഷൻ കാണിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ 2-bromo pentane, അത് സെക്കൻഡറി ആയതുകൊണ്ട് അതിനേക്കാൾ പ്രൈമറിനേക്കാൾ കുറവായിരിക്കും. 2-bromo 2-methyl butane.
ഇത് പ്രൈമറി, ഇത് സെക്കൻഡറി, ഇത് ടേർഷ്യറി. 11. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒരുപാട് വലുപ്പം നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. പക്ഷെ അത്യാവശ്യം ആരും ടെൻഷൻ അടിക്കരുത്. സമാധാനമായിട്ട് വായിച്ചു നോക്കി കഴിഞ്ഞാൽ കിട്ടുന്നതേ ഉള്ളൂ ആൻസർ. നോക്കൂ, പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് ഒരു കോമ്പൗണ്ട് മോളിക്കുലർ ഫോമിൽ തന്നിട്ടുണ്ട് C4H9Br. അതൊരു പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് വരച്ചു നോക്കാം. C4H9Brനെ നമുക്ക് രണ്ട് രീതിയിൽ വരയ്ക്കാൻ പറ്റുള്ളൂ. പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് നമുക്ക് രണ്ട് രീതിയിൽ വരയ്ക്കാൻ പറ്റുള്ളൂ. 4 കാർബൺ ആറ്റം വരുന്ന കോമ്പൗണ്ട് ആണ്. അതുകൊണ്ട് തന്നെ CH3, CH2, 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 Br ഇതാണ് ഒന്നാമത്തെ കോമ്പൗണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് നോർമൽ ബ്യൂട്ടൈൽ ബ്രോമൈഡ്. ഇനി രണ്ടാമത് വരയ്ക്കാൻ പറ്റുന്നത് CH3, CH3, CH2, Br. ഇതിനെ വിളിക്കുന്ന പേരാണ് ഐസോ ബ്യൂട്ടൈൽ ബ്രോമൈഡ്. ഇങ്ങനെ രണ്ട് പോസിബിലിറ്റീസേ ഉള്ളൂ. അപ്പോൾ ഈ കോമ്പൗണ്ടിൽ ഏതാണെന്നുള്ളത് നമുക്ക് അറിയില്ല. ഈ രണ്ടെണ്ണത്തിൽ ഏതോ ഒന്നാണ്. അത് റിയാക്ട് ചെയ്യുന്ന ആരായിട്ടാണ്? ആദ്യം ആൽക്കഹോളിക് KOH ആയിട്ട് റിയാക്ട് ചെയ്യുന്നു ടു ഗിവ് കോമ്പൗണ്ട് ബി. പിന്നീട് HBr ആയിട്ട് റിയാക്ട് ചെയ്യുന്നു ടു ഗിവ് C, വിച്ച് ഇസ് എൻ ഐസോമർ ഓഫ് A എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതേ A തന്നെ ഓൺ റിയാക്ഷൻ വിത്ത് സോഡിയം മെറ്റൽ എന്ന് കേട്ടാൽ പെട്ടെന്ന് ഓർമ്മയിൽ വരേണ്ടത് വുഡ്സ് റിയാക്ഷൻ ആണ്. ടു ഗിവ് C8H18 എന്ന് പറഞ്ഞിട്ടുണ്ട്. സോഡിയം മെറ്റൽ ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ C8H18 ആണ്, വിച്ച് ഇസ് ഡിഫറെന്റ് ഫ്രം ദ കോമ്പൗണ്ട് ഫോംഡ് വെൻ നോർമൽ ബ്യൂട്ടൈൽ ബ്രോമൈഡ് റിയാക്ട് വിത്ത് സോഡിയം. അതായത് നോർമൽ ബ്യൂട്ടൈൽ ബ്രോമൈഡ് സോഡിയം ആയിട്ട് റിയാക്ട് ചെയ്താൽ കിട്ടുന്ന കോമ്പൗണ്ട് അല്ല ഇതെന്ന് പറഞ്ഞിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നോർമൽ ബ്യൂട്ടൈൽ ബ്രോമൈഡ് അല്ല എന്നാണ് ക്വസ്റ്റ്യൻ ഇട്ട ആൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ പിന്നെ നമുക്കൊരു ഒറ്റ പോസിബിലിറ്റി ഉള്ളൂ, അത് ഐസോ ബ്യൂട്ടൈൽ ബ്രോമൈഡ് ആണെന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ആൻസർ കിട്ടി. നമുക്ക് കോമ്പൗണ്ട് ഏതാണെന്നുള്ളത് കിട്ടിക്കഴിഞ്ഞു, ഐസോ ബ്യൂട്ടൈൽ ബ്രോമൈഡ് ആണ്. ഇനി ഇതിന്റെ റിയാക്ഷൻ നോക്കിക്കാം. ഇറ്റ് ഈസ് റിയാക്ടഡ് വിത്ത് ആൽക്കഹോളിക് KOH. ആൽക്കഹോളിക് KOH ആരും തെറ്റാൻ പാടില്ല. ആൽക്കഹോളിക് KOH എന്ന് പറഞ്ഞാൽ ഡീഹൈഡ്രോ ഹാലജനേഷൻ ആണ്. എന്താ ഡീഹൈഡ്രോ ഹാലജനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോമിൻ കണക്ട് ചെയ്ത കാർബൺ ആറ്റത്തിൽ നിന്നും തൊട്ടടുത്ത് കിടക്കുന്ന കാർബൺ ആറ്റത്തിൽ നിന്നും ഓരോ ആറ്റംസ് വീതം പോകും. അപ്പോൾ ഒന്നാമത്തെ കാർബണിൽ നിന്ന് ബ്രോമിനും രണ്ടാമത്തെ കാർബണിൽ നിന്ന് ഹൈഡ്രജനുമാണ് പോവുക. അവർക്കിടയിൽ ഡബിൾ ബോണ്ട് വരും. അതായത് CH3ക്ക് യാതൊരു മാറ്റം ഉണ്ടാവില്ല. സെക്കൻഡ് കാർബൺ ആറ്റത്തിൽ നിന്ന് H പോയി മറ്റ് CH3 അവിടെ തന്നെ കിടക്കുന്നുണ്ടാവും. ഇവിടെ ഡബിൾ ബോണ്ട് CH2 ആയിട്ട് മാറിയിട്ടുണ്ടാവും. ബ്രോമിനെ പൊട്ടാസ്യം കൊണ്ടുപോയിട്ടുണ്ടാവും, KBr ആയിട്ടുണ്ടാവും. Hനെ OH കൊണ്ടുപോയിട്ടുണ്ടാവും, വാട്ടർ ആയിട്ടുണ്ടായിരിക്കും. സോ ഇതാണ് B എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ഇപ്പൊ നമുക്ക് കോമ്പൗണ്ട് B കിട്ടിക്കഴിഞ്ഞു. A ഓൾറെഡി കിട്ടി, ബിയും കിട്ടി. വിച്ച് ഇസ് റിയാക്ടഡ് വിത്ത് HBr. ഇതിനെ HBr വെച്ച് റിയാക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയും നമ്മൾ റൂൾ നോക്കണം. മാർക്കോണിക്കോഫ്സ് റൂൾ +1 പഠിച്ചിട്ടുള്ളതാണ്. ഹൈഡ്രജൻ എങ്ങോട്ട് പോകും? ഡബിൾ ബോണ്ടർ ആയിട്ടുള്ള 2 കാർബൺ ആറ്റം നമ്മൾ സെലക്ട് ചെയ്യുക. അതിൽ ഹൈഡ്രജൻ കൂടിയതിലേക്കാണ് ഹൈഡ്രജൻ പോവുക. രണ്ടാമത്തെ അതല്ലാത്ത കാർബണിലേക്ക് ബ്രോമിനും പോകും. അപ്പൊ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ഈ CH3 അതുപോലെ തന്നെ ഉണ്ടാവും, ഈ C അതുപോലെ തന്നെ ഉണ്ടാവും, ഈ CH3 അതുപോലെ തന്നെ ഉണ്ടാവും. ഇവിടെ സിംഗിൾ ബോണ്ട് ആയിട്ടുണ്ടാവും, ഇവിടെ CH3, ഇവിടെ Br വന്നിട്ടുണ്ടാവും. ഹൈഡ്രജൻ കുറഞ്ഞ കാർബണിലേക്കാണ് ബ്രോമിൻ പോവുക. ഇപ്പൊ നമുക്ക് സിയും കിട്ടിക്കഴിഞ്ഞു, പ്രൊഡക്റ്റ് C കിട്ടിക്കഴിഞ്ഞു. ഈ C എന്ന് പറയുന്നത് Aയുടെ ഐസോമർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ് ആണ്, Aയുടെ ഐസോമർ തന്നെയാണ് C വരുന്നത്. ഇനി ഇത് സോഡിയം മെറ്റലായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ A എന്ന് പറയുന്ന കോമ്പൗണ്ട്, അതായത് നമ്മൾ തുടക്കത്തിൽ സ്റ്റാർട്ട് ചെയ്ത കോമ്പൗണ്ട്, അത് സോഡിയം മെറ്റലായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ C8H18 കിട്ടുന്നുണ്ട്, D കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായിരിക്കും D എന്ന് പറയുന്നത്? നോക്കൂ, എങ്ങനെയാണ് സോഡിയം മെറ്റലായിട്ട് റിയാക്ട് ചെയ്യുക? വുഡ്സ് റിയാക്ഷൻ ആണ്. നോക്കൂ, എങ്ങനെയാണ് നമ്മൾ ഇതിനെ വുഡ്സ് റിയാക്ഷൻ നടത്തുക? സിമ്പിൾ ആണ്. CH3 അതേപോലെ തന്നെ കൊടുത്തു, CH കൊടുത്തു, CH3 കൊടുത്തു, ഇവിടെ CH2 കൊടുത്തു, ഇവിടെ Br കൊടുത്തു, ഒന്നാമത്തെ കോമ്പൗണ്ട്. ഇതേ കോമ്പൗണ്ടിനെ തിരിച്ചു വരയ്ക്കാം. CH3 കൊടുത്തു, CH കൊടുത്തു, താഴത്തേക്ക് CH3 കൊടുത്തു, ഇവിടെ CH2 കൊടുത്തു, ഇവിടെ Br കൊടുത്തു. അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ആക്കിയിട്ട് വരയ്ക്കാം. ഇതിൽ വരച്ചതിന് ശേഷം ഈ 2 ബ്രോമിനെ ഒരു ബോക്സിലാക്കിയിട്ട് അതിനെടുത്ത് മാറ്റാം. പിന്നെ ബ്രോമിൻ ഉണ്ടാവില്ല. അപ്പൊ പിന്നീട് ഉണ്ടാവുന്നത് ഈ 2 CH2കൾ മാത്രമാണ് ഉണ്ടാവുക. അപ്പൊ അവരെ നമ്മൾ എന്ത് ചെയ്യുക? ഒരു സിംഗിൾ ബോണ്ട് വെച്ച് അങ്ങോട്ട് കണക്ട് ചെയ്തേക്കുക. ഇത് C8H18 ആയിരിക്കും. സോ ദിസ് ഇസ് ദ ഫൈനൽ ആൻസർ, D. കംപ്ലീറ്റ് ദ റിയാക്ഷൻ ആണ്, പല രീതിയിൽ ചോദിക്കാറുണ്ട്. ഇവിടെ നോക്കൂ, CH3Cl + KCl നമുക്കറിയാം ഇതൊരു ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ Cl- എന്ന് പറയുന്ന ന്യൂക്ലിയോഫൈൽ മാറിയിട്ട് Cn- എന്ന് പറയുന്ന ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ആൻസർ ഈസ് CH3
CN വരും. പ്ലസ് സൈഡ് പ്രൊഡക്റ്റ് ആയിട്ട് KCl സൈഡ് പ്രൊഡക്റ്റ് ആയിട്ട് വരും. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇവിടെയും ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ തന്നെയാണ്, പക്ഷേ AgCN ആണ് ചോദിച്ചിട്ടുള്ളത്. AgCNന്റെ സ്പെഷ്യാലിറ്റി നിങ്ങൾക്ക് അറിയാം, അത് വേറെ സമയത്ത് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നമുക്ക് ചെയ്യാം. തൽക്കാലം AgCNൽ സയനൈഡ് CN മൈനസ് ആണ് ന്യൂക്ലിയോഫൈൽ എങ്കിലും അത് അറ്റാച്ച് ചെയ്യുമ്പോൾ ഐസോസയനൈഡ് ആയിട്ടാണ് പ്രൊഡക്റ്റ് വരിക. CH3 CH2 NC ആയിരിക്കും പ്രൊഡക്റ്റ് വരിക, പ്ലസ് AgCl. ഇതെല്ലാവർക്കും തെറ്റാൻ സാധ്യതയുള്ള ക്വസ്റ്റൻ ആണ്. മൂന്നാമത്തെ CH3Cl പ്ലസ് KNO2 ചെയ്യുമ്പോൾ ഇവിടെ അതെ NO2 എന്ന് പറയുന്നത് ഒരു നൈട്രോ ഗ്രൂപ്പാണ്, പക്ഷെ ഇവിടെ നൈട്രജൻ വഴിയാണ് ലിങ്കേജ് വരുന്നത്. പക്ഷേ അത് റിയാക്ഷൻ കഴിയുമ്പോൾ CH3 ഇവിടെയും Cl മൈനസ് പോയിട്ട് പകരം ONO ആണ് പ്രൊഡക്റ്റ് ആയിട്ട് വരിക, പ്ലസ് KCl സൈഡ് പ്രൊഡക്റ്റ് ആയിട്ട് വരും. നാലാമത്തെ ഇവിടെയും അതേ ന്യൂക്ലിയോഫൈൽ ആയിട്ടുള്ള Cl മൈനസ് പോയിട്ട് പകരം NO2 വരുന്നു. ഇവിടെ CH3 CH2 NO2 വരും, പ്ലസ് AgCl വരും. അപ്പോൾ ഇവിടെ എക്സെപ്ഷൻ വരുന്ന കാര്യങ്ങൾ പ്രത്യേകം പഠിച്ചു വെക്കുക. ഓർത്ത് വെക്കാൻ ഒരു വഴി എന്ന് പറയുന്നത്, അതായത് സിൽവറിന്റെ കോമ്പൗണ്ട് ആയിട്ടാണ് റിയാക്ഷൻ വരുന്നതെങ്കിൽ കിട്ടുന്ന പ്രൊഡക്റ്റ് നൈട്രജൻ വഴിയാണ് ലിങ്കേജ് വരിക. ഇപ്പോൾ ഈ രണ്ട് സിൽവറിന്റെ കോമ്പൗണ്ട് ആയിട്ടുള്ള റിയാക്ഷൻ നോക്കിക്കോ, രണ്ടിലും ലിങ്കേജ് വന്നിരിക്കുന്നത് നൈട്രജൻ വഴിയായിരിക്കും. ഈ ഡിഫറൻസ് ഒന്ന് ഓർത്ത് വെച്ചാലും റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സോ മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 13. 13ലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ റിയാക്റ്റൻ്റ് ആണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. പ്രൊഡക്റ്റ് തന്നിട്ടുണ്ട്. പ്രൊഡക്റ്റ് ബ്യൂട്ടൈൻ ആണ്. 4 കാർബൺ ആറ്റം വരുന്നുണ്ട്. 1 2 3 4. ഡ്രൈ ചെയ്ത് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇത് വുഡ്സ് റിയാക്ഷൻ ആണ് മനസ്സിലായിട്ടുണ്ടാവും. എപ്പോഴും വുഡ്സ് റിയാക്ഷനിൽ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് റിയാക്റ്റന്റിന്റെ ഡബിൾ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് വരുന്നതായിരിക്കും പ്രൊഡക്റ്റ് വരിക. എപ്പോഴും റിയാക്ടന്റിൽ എത്ര കാർബൺ ആറ്റം ഉണ്ടോ അതിന്റെ ഡബിൾ കാർബൺ ആറ്റംസ് ആണ് പ്രൊഡക്റ്റിൽ വരിക. മാത്രമല്ല റിയാക്ടൻസിൽ ഒരു ഹാലജനും ഉണ്ടായിരിക്കും. ഞാൻ തൽക്കാലത്തേക്ക് ഹാലജനായിട്ട് ബ്രോമിനെ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 4 കാർബൺ ആയിട്ടുള്ള പ്രൊഡക്റ്റ് കിട്ടിയതുകൊണ്ട് അതിന്റെ കറക്റ്റ് പകുതി 2 കാർബൺ ആറ്റം ഉള്ള ബ്രോമൈഡ് ആയിരിക്കും റിയാക്ടന്റ് ആയിട്ട് വരുന്നത്, അഥവാ CH3 CH2 Br ബ്രോമോ ഈഥെയ്ൻ ആണ് റിയാക്ടന്റ് ആയിട്ട് വരിക. അത് 2 മോളിക്യൂൾ എടുക്കണം. 2 ബ്രോമോ ഈഥെയ്ൻ എടുക്കുക. വുഡ്സ് റിയാക്ഷൻ നടത്തി കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് കിട്ടും. എപ്പോഴും വുഡ്സ് റിയാക്ഷനിൽ പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിനെ കറക്റ്റ് സിമെട്രിക്കൽ ആണ് ആ പ്രൊഡക്റ്റ് എങ്കിൽ കറക്റ്റ് നടുക്ക് വെച്ച് ബ്രേക്ക് ചെയ്യുക. എന്നിട്ട് 2 പാർട്ടാക്കിയിട്ട് 2 പാർട്ടിലും ബ്രോമിൻ കൊടുത്തു കഴിഞ്ഞാൽ, ഹാലജൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിയാക്ടന്റ് കിട്ടും കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, റിയാക്ടന്റ് തന്നിട്ടുണ്ട്. ക്ലോറോ ഈഥെയ്ൻ ആണ്. 2 കാർബണേറ്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇത് ക്ലോറോ ഈഥെയ്ൻ ആണ്. അതിനെ KOH ഇൻ പ്രസൻസ് ഓഫ് വാട്ടർ, അതായത് അക്വസ് KOH ആയിട്ടാണ് റിയാക്ട് ചെയ്തിട്ടുള്ളത്. അക്വസ് KOH എന്ന് പറഞ്ഞാൽ ഒരു ഡൗട്ടും വേണ്ട, Cl മൈനസ് പോയിട്ട് OH മൈനസ് വരുന്നു. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നടക്കുന്നത്. Cl മൈനസ് എന്ന ന്യൂക്ലിയോഫൈൽ പോയിട്ട് OH മൈനസ് എന്ന ന്യൂക്ലിയോഫൈൽ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ Cl മൈനസ് പോയിട്ട് പകരം OH എന്ന പ്രൊഡക്റ്റ്, എത്തനോൾ ഇസ് ദ പ്രൊഡക്റ്റ്. സോ രണ്ടാമത്തെ പ്രൊഡക്റ്റ് എത്തനോൾ ആണ്. മൂന്നാമത്തെ ഇതേ KOH ആണ് യൂസ് ചെയ്തിട്ടുള്ളത്, പക്ഷേ എത്തനോളിന്റെ പ്രസൻസിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് ആൽക്കഹോളിക് KOH ആണെന്ന് അർത്ഥം. അപ്പോൾ ഡിഹൈഡ്രോ ഹാലജനേഷൻ ആണ്. ഡിഹൈഡ്രോ ഹാലജനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? ഒന്നാമത്തെ കാർബണിൽ നിന്ന് ക്ലോറിൻ പോകുന്നു, രണ്ടാമത്തെ കാർബണിൽ നിന്ന് ഹൈഡ്രജൻ പോകുന്നു. ബോണ്ട് ലൈൻ ഫോർമുല ആയതുകൊണ്ട് നമുക്ക് അതേ രീതിയിൽ തന്നെ ആൻസർ എഴുതാം. സോ ഇവിടെ ഇതായിരിക്കും പ്രൊഡക്റ്റ് വരിക. ഇത് ഈഥീൻ ആണ്. 2 കാർബണേറ്റ് ഉണ്ട്. മനസ്സിലാൻ വേണ്ടിയിട്ട് താഴെ ഞാൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. CH2 ഡബിൾ ബോണ്ട് CH2. ഇതിന്റെ ബോണ്ട് ലൈൻ ഫോർമുലയാണ് ഞാൻ മുകളിൽ എഴുതിയിരിക്കുന്നത്. സോ ക്വസ്റ്റ്യൻ നമ്പർ 14, വിച്ച് ഇസ് ഒപ്റ്റിക്കലി ആക്റ്റീവ്. 2 കോമ്പൗണ്ട് തന്നിട്ടുണ്ട്, അത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കൊന്ന് വരച്ചു നോക്കാം. ബ്യൂട്ടൈൻ 1 എന്ന് പറയുന്നത് CH3 CH2 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 OH. This is butane 1-ol. Butane 1-ol. CH3 CH2 CHOH CH3. This is butane 2-ol. ഇതിൽ ഏതാണ് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഒരു കോമ്പൗണ്ട് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കണമെങ്കിൽ അതിൽ അസിമെട്രിക് ആയിട്ടുള്ള ഒരു കാർബൺ ആറ്റം വേണം. അങ്ങനെ അസിമെട്രിക് ആയിട്ടുള്ള ഒരു കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ ആ കോമ്പൗണ്ട് കൈറാൽ ആവും, അഥവാ നോൺ സൂപ്പർ ഇമ്പോസിബിൾ ഓൺ മിറർ ഇമേജ് ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ അസിമെട്രിക് കാർബൺ ആറ്റം ചെക്ക് ചെയ്യുക? അസിമെട്രിക് കാർബൺ ആറ്റം എന്ന് പറഞ്ഞാൽ ഒരു കാർബൺ ആറ്റത്തിന് വേറെ അതുണ്ടാക്കുന്ന 4 ബോണ്ടുകൾ 4 ഡിഫറൻ്റ് ആയിട്ടുള്ള ആറ്റത്തിലേക്കോ ഗ്രൂപ്പിലേക്കോ ആയിരിക്കണം. ഇപ്പോൾ ഒന്നാമത്തെ കോമ്പൗണ്ട് നോക്കിക്കോ. ഒന്നാമത്തെ കോമ്പൗണ്ട് ബ്യൂട്ടൈൻ 1-ol കൊടുത്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ കാർബൺ ആറ്റത്തിൽ 3 ഹൈഡ്രജൻ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അത് അസിമെട്രിക് കാർബൺ ആറ്റം അല്ല.
രണ്ടാമത്തതിൽ 2 ഹൈഡ്രജൻ വരുന്നുണ്ട്, മൂന്നാമത്തേൽ ഹൈഡ്രജൻ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്, ഇതിലൊക്കെ ഹൈഡ്രജൻ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ആറ്റംസ് വന്നു കഴിഞ്ഞാൽ അതൊരിക്കലും അസിമെട്രിക് ആവില്ല. പക്ഷെ അതേസമയം ബ്യൂട്ടീൻ 2 നോക്കിക്കൂ, അതിൽ OH കണക്ട് ചെയ്ത കാർബണിനെ ശ്രദ്ധിക്കുക. ആ കാർബണിന് ലെഫ്റ്റിലേക്ക് ഒരു ഈഥൈൽ ഗ്രൂപ്പായിട്ടും റൈറ്റിലേക്ക് ഒരു മീഥൈൽ ഗ്രൂപ്പായിട്ടും മുകളിലേക്ക് ഇല്ല മൂന്നാമത്തെ ബോണ്ട് OH ആയിട്ടും നാലാമത്തെ ബോണ്ട് ഹൈഡ്രജൻ ആയിട്ടാണ് വരുന്നത്. 4 ഡിഫറൻ്റ് ആയിട്ടുള്ള ആറ്റംസും ഗ്രൂപ്പ്സ് ഒക്കെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാർബൺ ഒരു അസിമെട്രിക് കാർബണേറ്റ് ആണ്. ഈ കോമ്പൗണ്ട് കൈറാലാണ്. അപ്പോൾ കൈറൽ കാർബണേറ്റ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആ കാർബണേറ്റത്തിന് മുകളിൽ നമ്മൾ സ്റ്റാർ മാർക്ക് ഇടാണ് ചെയ്യാം. കൈറൽ കാർബണേറ്റം ഉണ്ടെങ്കിൽ അതെന്താണ്, നോൺ സൂപ്പർ ഇമ്പോസിബിൾ ഓൺ മിറർ ഇമേജ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിരിക്കും. സോ ദിസ് ഇസ് ഒപ്റ്റിക്കലി ആക്റ്റീവ്. ബ്യൂട്ടീൻ 2 ഈസ് ഒപ്റ്റിക്കലി ആക്റ്റീവ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 15, ബെൻസീനെ 3-ബ്രോമോ നൈട്രോ ബെൻസീൻ ആക്കി മാറ്റണം. ഇത്തരം കൺവേർഷൻസ് ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 2 കോമ്പൗണ്ട് വരയ്ക്കുക എന്നുള്ളതാണ്. നോക്കൂ, ബെൻസീനെ നമ്മൾ എങ്ങനെ വരയ്ക്കുക? ആ റിങ് വരയ്ക്കാൻ എല്ലാവർക്കും അറിയാം. അപ്പോൾ ബെൻസീൻ അതേപോലെ വരച്ചു, ഒരു ഗിവ്സ് കൊടുത്തു, അതിനെ നമ്മൾ മാറ്റണം. 3-ബ്രോമോ നൈട്രോ ബെൻസീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ബെൻസീൻ റിങ് വരയ്ക്കുക. ആ ബെൻസീൻ റിങ്ങുമ്മിൽ ഒരു NO2 ഗ്രൂപ്പ്, അത് ഏത് പൊസിഷനിൽ വേണമെങ്കിലും കൊടുക്കാം. അത് കഴിഞ്ഞ് മൂന്നാമത്തെ പൊസിഷനിൽ എന്ത് കൊടുക്കണം? ബ്രോമിൻ കൊടുക്കണം. ഇതിന് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുക? നമുക്ക് ബെൻസീനിലേക്ക് എന്തൊക്കെ കൊണ്ടുവരണം എന്ന് അറിയിക്കാം. ഒരു NO2 ഗ്രൂപ്പും കൊണ്ടുവരണം, അതുപോലെ തന്നെ ഒരു ബ്രോമിനെയും കൊണ്ടുവരണം. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ബെൻസീൻ എടുക്കുക. ആ ബെൻസീനെ നൈട്രേറ്റ് മിക്സ്ചർ, അതായത് കോൺസെൻട്രേറ്റഡ് HNO3 യൂസ് ചെയ്യുക ഇൻ പ്രസൻസ് ഓഫ് H2SO4. സൾഫ്യൂരിക് ആസിഡിന്റെ പ്രസൻസിൽ നൈട്രിക് ആസിഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് വിളിക്കുന്ന പേരാണ് നൈട്രേറ്റിക് മിക്സ്ചർ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നൈട്രോ ഗ്രൂപ്പ് വന്ന് ബെൻസീനിൽ അറ്റാച്ച് ചെയ്യും, അഥവാ ബെൻസീനുമിൽ NO2. ഇനി അതിനെ നമുക്ക് മൂന്നാമത്തെ പൊസിഷനിലേക്ക് ബ്രോമിൻ കൊണ്ടുവരണം. അതിന് നമ്മൾ എന്താ ചെയ്യുക? നേരെ ബ്രോമിനേഷൻ ചെയ്യുക. പക്ഷേ അവിടെ ഒരു FeBr3 എന്ന് പറയുന്ന ഒരു ലൂയിസ് ആസിഡ് വേണം. ഒരു ലൂയിസ് ആസിഡിന്റെ പ്രസൻസിൽ മാത്രമേ ഈ റിയാക്ഷൻ നടക്കുള്ളൂ. അപ്പോൾ ഈ റിയാക്ഷൻ നടക്കുമ്പോൾ ബെൻസീൻ വരച്ചു, ഇവിടെ നൈട്രോ ഗ്രൂപ്പ് വരച്ചു. നൈട്രോ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്. അതായത് പിന്നീട് വരുന്ന ഗ്രൂപ്പുകളെ അത് മെറ്റാ പൊസിഷനിലേക്കാണ് ഡൈവേർട്ട് ചെയ്ത് വിടുക. അതുകൊണ്ട് മെറ്റാ പൊസിഷനിൽ വന്നിട്ട് ബ്രോമിൻ വന്ന് അറ്റാച്ച് ചെയ്തോറും സൈഡ് പ്രൊഡക്റ്റ് ആയിട്ട് HBr കിട്ടിക്കോളും. നമ്പർ 16, കൺവേർട്ട് എത്തനോൾ ടു But19. നമ്മൾ നേരത്തെ ചെയ്ത സെയിം പോലെ തന്നെ ഇവിടെയും ചെയ്യുക. എത്തനോൾ നമ്മൾ വരയ്ക്കേണ്ടത് CH3 CH2 OH, ഇതാണ് എത്തനോൾ വരുന്നത്. അതിന് നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടത് But19 ആണ്. But19 എന്ന് പറഞ്ഞാൽ CH3 CH2 C ട്രിപ്പിൾ ബോണ്ട് CH, ഇതാണ് But19. അപ്പോൾ ഇവിടെ നോക്കിക്കൂ, നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് നമ്മൾ ഇൻക്രീസ് ചെയ്യണം. നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻക്രീസ് ചെയ്യുന്നതിന് നമ്മൾ സ്റ്റെപ്പിംഗ് അപ്പ് എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ സ്റ്റെപ്പിംഗ് അപ്പ് റിയാക്ഷൻ ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ OH വെച്ച് അത് ചെയ്യൽ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്നു? OH-നെ മാറ്റിയിട്ട് പകരം ഒരു ഹാലജൻ കൊണ്ടുവരുന്നു, സേ ക്ലോറൈഡ് കൊണ്ടുവരുന്നു. അതായത് CH3 CH2 OH എടുത്തു, അതിൽ തയോഡൈൽ ക്ലോറൈഡ് വെച്ച് കഴിഞ്ഞാൽ SOCl2 ആണ് ഏറ്റവും നല്ല റിയേജന്റ് ഇൻ പ്രസൻസ് ഓഫ് pyridine. ഇത് എല്ലാവരും പഠിച്ചിട്ടുള്ളതാണ്. സോ SOCl2 വെച്ച് കഴിഞ്ഞാൽ CH3 CH2 OH മാറിയിട്ട് പകരം Cl വരും. CH3 CH2 Cl എന്ന് കിട്ടും. ഇത് അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ നമുക്ക് 2 കാർബണേറ്റേ ഉള്ളൂ, അതിന് 4 കാർബണിലേക്ക് എത്തിക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? CH ട്രിപ്പിൾ ബോണ്ട് CNA, അതായത് ഇതിൽ ആൽക്കൈൻ്റെ സോഡിയം സോൾട്ടാണ് വരുന്നത്. അപ്പോൾ ഈതൈൻ സോഡിയമായിട്ട് റിയാക്ട് ചെയ്താൽ കിട്ടുന്ന സാധനമാണ് ഇത്. ഇത് വെച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സോഡിയം വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇവിടെ ക്ലോറിൻ വരുന്നുണ്ട്. NeCl കൂടി NaCl ആയിട്ട് പോകും. ബാക്കി CH3 CH2 സിംഗിൾ ബോണ്ട് C ട്രിപ്പിൾ ബോണ്ട് CH. ഇവിടുന്ന് NAയും ഇവിടുന്ന് Cl ആണ് റിമൂവ് ആയി പോണത്. അപ്പോൾ ആ കോമ്പൗണ്ടുകൾ ജോയിൻ ചെയ്യും. CH3 CH2 C ട്രിപ്പിൾ ബോണ്ട് CH കിട്ടും, വിച്ച് ഇസ് കോൾഡ് ബ്യൂട്ടൻ. Question number 17, convert 1-bromopropane to 2-bromopropane. നമുക്ക് ആദ്യം വരച്ച് നോക്കാം. 1-bromopropane എന്ന് പറയുന്നത് CH3 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH2 Br, 1-bromopropane. ഇതിനെ നമ്മൾ 2-bromopropane ആക്കണം. CH3 CH Br CH3 ആക്കി മാറ്റണം. അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താ നോക്കൂ, 1-bromopropane ആദ്യം നമ്മൾ ബ്രോമിനെ ഒഴിവാക്കണം അവിടെ നിന്ന്. ഇതിന് പുതിയതായിട്ട് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ബ്രോമിനെ ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല മെത്തേഡാണ് നമ്മൾ ഇതിനെ ആൽക്കഹോളിക് KOH വെച്ച് ട്രീറ്റ് ചെയ്യാം. ആൽക്കഹോളിക് KOH വെച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
ഇവിടെ ഞാൻ കാർബണിന് നമ്പർ ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് കാർബണിൽ നിന്ന് ബ്രോമിനും സെക്കൻഡ് കാർബണിൽ നിന്ന് ഹൈഡ്രജനും പോകും. അപ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് CH3 സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH2 കിട്ടും. ഇപ്പോൾ നമുക്കൊരു ആൽക്കീൻ കിട്ടി. ഇനി ഇതിലേക്ക് നമ്മൾ HBr ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം എന്ത് കിട്ടും? ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആയിട്ട് ഒരു കാർബണിൽ ഹൈഡ്രജനും മറ്റേ കാർബണിൽ ബ്രോമിനും വന്ന് ജോയിൻ ചെയ്യും. നമുക്ക് സെക്കൻഡ് കാർബണിലാണ് ബ്രോമിൻ വരേണ്ടത്. അപ്പം മാർക്കോണിക് റൂൾ തന്നെയാണ് ഇവിടെ ഫോളോ ചെയ്യേണ്ടത്. ജസ്റ്റ് HBr വെച്ചാൽ മതി. ക്വസ്റ്റ്യൻ നമ്പർ 18. കൺവേർട്ട് ബെൻസീൻ ടു 4-bromo 1-nitro ബെൻസീൻ. നമുക്ക് വരച്ചു നോക്കാം. ബെൻസീൻ ആദ്യം വരയ്ക്കാം. ബെൻസീൻ വരച്ചു. ഇതിനെ നമ്മൾ 4-bromo 1-nitro ബെൻസീൻ, അതായത് ഇവിടെ NO2 വന്നു. നാലാമത്തെ പൊസിഷൻ എന്ന് പറയുന്നത് ഇവിടെയാണ് 4-bromo 1-nitro ബെൻസീൻ. ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇവിടെ നമ്മൾ ബെൻസീൻ വരച്ച്, ഞാനൊന്നുകൂടി വരയ്ക്കുകയാണ് ബെൻസീൻ. ഇതിലേക്ക് ആദ്യം നൈട്രോ ഗ്രൂപ്പ് കൊണ്ടുവന്നിട്ട് പിന്നീടാണ് ബ്രോമിൻ കൊണ്ടുവരുന്നതെങ്കിൽ ഈ നൈട്രോ എന്ന് പറയുന്നത് ഒരു മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്. അതുകൊണ്ട് രണ്ടാമത് വരുന്ന ബ്രോമിൻ അതിന്റെ മെറ്റാ പൊസിഷനിലേക്കായിരിക്കും പോവുക. അപ്പോൾ അതുണ്ടാവരുത്. അപ്പോൾ നമുക്ക് ഒരേ ഒരു വഴി എന്ന് പറയുന്നത് ആദ്യം ബ്രോമിനെ കൊണ്ടുവരിക എന്നാണ്. ആദ്യം ബ്രോമിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബ്രോമിൻ എന്ന് പറയുന്നത് ഒരു ഓർത്തോ പാര ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്. അപ്പോൾ പിന്നീട് വരുന്ന ഗ്രൂപ്പുകളെ അത് ഓർത്തോ പൊസിഷനിലേക്കോ പാര പൊസിഷനിലേക്കോ ആണ് ഫോർവേഡ് ചെയ്യുക. അതിൽ തന്നെ പാര പ്രോഡക്റ്റ് ആയിരിക്കും മെയിൻ പ്രോഡക്റ്റ് വരിക. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം ബ്രോമിനാണ് ഇതിലേക്ക് കൊണ്ടുവരുന്നത്. ബ്രോമിൻ കൊണ്ടുവരാൻ എല്ലാവർക്കും അറിയാം, നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ളതാണ്. Br2 ഒരു ലൂയിസ് ആസിഡ് കൊടുക്കാൻ മറക്കരുത്. FeBr3 യൂസ് ചെയ്തു. അപ്പോൾ നോക്കൂ, ഇവിടെ ബെൻസീനമിൽ ബ്രോമിൻ വന്നു. ഓക്കെ, ഏത് പൊസിഷനിൽ വേണമെങ്കിലും കൊടുക്കാം. ഞാൻ തൽക്കാലത്തേക്ക് ഇവിടെ കൊടുക്കുന്നു ബ്രോമിൻ. ആദ്യം വരുന്ന ആറ്റത്തിന് നമുക്ക് ഏത് പൊസിഷനിൽ വേണമെങ്കിലും കൊടുക്കാം. ഇനി രണ്ടാമത് ഞാൻ NO2 ഗ്രൂപ്പ് കൊണ്ടുവരണം. NO2 ഗ്രൂപ്പ് കൊണ്ടുവരണമെങ്കിൽ നമുക്കറിയാം എന്താണ് കോൺസെൻട്രേറ്റഡ് HNO3 ബാർ H2SO4 നൈട്രേറ്റിംഗ് മിക്സറാണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ നിന്ന് NO2 ഗ്രൂപ്പ് വരും. അപ്പോൾ ബ്രോമിൻ ഓൾറെഡി പ്രസന്റ് ആയതുകൊണ്ട് ഇനി വരുന്ന ഗ്രൂപ്പിനെ അത് അതിന്റെ ഓർത്തോ പൊസിഷനിലേക്കും പാരാ പൊസിഷനിലേക്കാണ് ഡൈവേർട്ട് ചെയ്യുക. അതിൽ തന്നെ പാരാ പ്രൊഡക്റ്റ് ആണ് മേജർ പ്രൊഡക്റ്റ് ആയിട്ട് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ Br അവിടെ വരച്ചിട്ട് അതിന് പാരാ പൊസിഷനിൽ NO2 വരുന്ന പ്രൊഡക്റ്റ് കൊടുക്കുന്നു. സോ 4-bromo 1-nitro ബെൻസീൻ അവിടെ നമുക്ക് കിട്ടുന്നു. അപ്പോൾ ഒന്നിലധികം സബ്സ്റ്റിറ്റ്യൂന്റ് വരികയാണെങ്കിൽ ആദ്യം ആരെ കൊണ്ടുവരും എന്നുള്ളത് ശ്രദ്ധിക്കണം. ചിലപ്പോൾ ഓർത്തോ പാര ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് ആയിരിക്കും, ചിലപ്പോൾ മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് ആയിരിക്കും. അത് നോക്കിയിട്ട് യുക്തിപരമായിട്ട് നമ്മളത് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ, ബെൻസീൻ ടു ഫിനൈൽ ക്ലോറോമീഥൈൻ. നമുക്ക് വരച്ചു നോക്കാം. ബെൻസീൻ, അതിനെ നമ്മൾ ഫിനൈൽ ക്ലോറോമീഥൈൻ. ഫിനൈൽ ക്ലോറോമീഥൈൻ നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ട് ഞാൻ ഇനി അതിലേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞിരുന്നു ബെൻസൈൽ ക്ലോറൈഡിന്റെ വേറൊരു പേരാണ് ഫിനൈൽ ക്ലോറോമീഥൈൻ എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ രണ്ടും വരച്ചു കഴിഞ്ഞു. ഇപ്പം നമുക്ക് ബെൻസീനിലേക്ക് CH2 എന്ന് പറയുന്ന ഒരു സാധനവും പിന്നെ Cl എന്ന് പറയുന്ന ഒരു സാധനവും നമ്മൾ കൊണ്ടുവരണം. അപ്പോൾ അതിന് ആദ്യം നമുക്ക് CH3 കൊണ്ടുവരാം. ബെൻസീനിലേക്ക് CH3 ആണ് നമുക്ക് ആദ്യം കൊണ്ടുവരാൻ പറ്റുക. അപ്പം ഞാനിവിടെ ബെൻസീൻ വീണ്ടും വരയ്ക്കുന്നു. അതിലേക്ക് ആൽക്കൈൽ ഗ്രൂപ്പ് ആയിട്ടുള്ള CH3 കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫ്രെഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് CH3 Cl യൂസ് ചെയ്യുന്നു. ഒപ്പം ലൂയിസ് ആസിഡ് നിർബന്ധമായിട്ട് വേണം. അപ്പോൾ AlCl3 അല്ലെങ്കിൽ FeCl3 ഒക്കെ യൂസ് ചെയ്യാം. ബെൻസീൻ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയിട്ട്, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നടക്കുക. റിംഗിൽ നടക്കുന്ന മിക്ക റിയാക്ഷൻസും ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണെന്ന് ഓർത്തേക്കണം. ഇവിടെ CH3+ വന്നിട്ട് ജോയിൻ ചെയ്യണം. അപ്പോൾ ബെൻസീനിലേക്ക് CH3 ആണ് വരിക, അല്ലാതെ ക്ലോറിൻ അല്ല വരിക. ഇപ്പം നമുക്ക് ടോളുവിൻ കിട്ടിക്കഴിഞ്ഞു. ഈ പ്രൊഡക്റ്റിന്റെ പേരാണ് ടോളുവിൻ. ഈ ടോളുവിനിലേക്ക് ഇനി നമ്മൾ ക്ലോറിൻ കൊണ്ടുവരണം. പക്ഷെ ആ ക്ലോറിൻ ഒരിക്കലും ബെൻസിൻ റിംഗുമിൽ വരാൻ പാടില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താ, ഒരു കാരണവശാലും ലൂയിസ് ആസിഡ് അവിടെ യൂസ് ചെയ്യരുത്. ക്ലോറിനേറ്റ് ചെയ്യുന്ന സമയത്ത് ലൈറ്റിന്റെ പ്രസൻസ് ചെയ്യാം. HNu അഥവാ ലൈറ്റിന്റെ പ്രസൻസ് ചെയ്യാം. ലൈറ്റിന്റെ പ്രസൻസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫ്രീ റാഡിക്കൽ മെക്കാനിസം ആണ് നടക്കുക. അതായത് റിംഗുമിൽ നടക്കാണ്ട്, റിംഗുമിലാണെങ്കിൽ അത് ഇലക്ട്രോഫിലിക് ആയിട്ട് പോകും. അതിന് പകരം മുകളിൽ കിടക്കുന്ന CH3 ഹൈഡ്രജനെ മാറ്റിയിട്ട് അവിടെ വന്ന് ജോയിൻ ചെയ്യും. ബെൻസൈൽ ക്ലോറൈഡ് അഥവാ ഫിനൈൽ ക്ലോറോമീഥൈൻ അവിടെ കിട്ടും. So question number 20. Alkyl halides are the starting material of the synthesis of a number of organic compounds. How are the following compounds obtained from alkyl halide CH3 CH2 Br? അതായത് നമ്മൾ ഉണ്ടാക്കേണ്ടത് CH3 CH2 Br-ൽ നിന്ന് നമ്മൾ ആദ്യം ഉണ്ടാക്കേണ്ടത് ഇതോക്സി ഈഥെയിൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ പ്രൊഡക്റ്റ് കൂടി എഴുതി വെക്കുക.
CH3 CH2 O CH2 CH3. ഇതാണ് ഇതോക്സി ഈഥെയ്ൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് താഴെ ഞാനിവിടെ ഇതോക്സി ഈഥെയ്ൻ എന്ന് എഴുതുന്നുണ്ട്. ഇതാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം എപ്പോഴും ഒരു ഈഥർ പ്രൊഡക്റ്റ് കിട്ടണമെങ്കിൽ, ഈ പ്രൊഡക്റ്റ് ഒരു ഈഥർ ആണെന്ന് നമുക്കറിയാം, ഒരു ഈഥർ പ്രൊഡക്റ്റ് കിട്ടണമെങ്കിൽ ഉപയോഗിക്കുന്ന ഏറ്റവും നല്ല മെത്തേഡാണ് വില്യംസൺ സിന്തസിസ്. അപ്പോൾ വില്യംസൺ സിന്തസിസ് എന്ന് പറഞ്ഞാൽ സോഡിയം ആൽക്കോക്സൈഡ്, അതായത് ONA വരുന്ന ആൽക്കൈൽ ഗ്രൂപ്പ് വരുന്ന കോമ്പൗണ്ട്, സോഡിയം ആൽക്കോക്സൈഡിനെയാണ് നമ്മൾ ആൽക്കൈൽ ഹാലൈഡായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കേണ്ടത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ആൽക്കൈൽ ഹാലൈഡ് എടുത്തു, അതിൽ 2 കാർബണേറ്റ് ഉണ്ട്, പക്ഷേ പ്രൊഡക്റ്റിൽ 4 കാർബണേറ്റ് ഉള്ളതുകൊണ്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, 2 കാർബണാറ്റമുള്ള ഒരു സോഡിയം ആൽക്കോക്സൈഡായിട്ട് റിയാക്ട് ചെയ്യണം. സോ വില്യംസൺ സിന്തസിസ് ആണ് NAയും BRും കൂടി NaBr ആയി പോയി, പ്രൊഡക്റ്റ് അവിടെ ഇതോക്സി ഈഥെയ്ൻ കിട്ടും. രണ്ടാമത് ഫ്ലൂറോ ഈഥെയ്ൻ ആണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നോക്കൂ, CH3 CH2 Br എടുത്തു, ഇതിൽ നിന്ന് നമ്മൾ ഫ്ലൂറോ ഈഥെയ്ൻ ഉണ്ടാക്കണം. അതായത് CH3 CH2 F, ഇതാണ് ഫ്ലൂറോ ഈഥെയ്ൻ. ഫ്ലൂറോ ഈഥെയ്ൻ ഹാലോജൻ എക്സ്ചേഞ്ച് റിയാക്ഷൻ, ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഫ്ലൂറിനെ കൊണ്ടുവരാൻ പറ്റുന്നതാണ് സ്വാർട്സ് റിയാക്ഷൻ. എല്ലാവർക്കും അറിയാം സ്വാർട്സ് റിയാക്ഷൻ എന്താണെന്ന് അറിയാം. AgF അല്ലെങ്കിൽ SbF3 ഒക്കെ ആയിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചാൽ മതി. തൽക്കാലത്തേക്ക് ഞാൻ AgF എടുക്കുന്നു. Br മൈനസ് പോയിട്ട് ഫ്ലൂറിൻ വന്നോളും, സൈഡ് പ്രൊഡക്റ്റ് ആയിട്ട് AgBr വരും. കൺവേർഷൻ ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് സൈഡ് പ്രൊഡക്റ്റ് എഴുതുന്നില്ല. മൂന്നാമത്തെ ബ്യൂട്ടൈൻ ഉണ്ടാക്കണം. CH3 CH2 Br എടുക്കുന്നു, അതിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ബ്യൂട്ടൈൻ ആണ്. CH3 CH2 CH2 CH3 ബ്യൂട്ടൈൻ ഉണ്ടാക്കണം. നോക്കൂ, 2 കാർബണായിട്ടുള്ള ഹാലൈഡിൽ നിന്ന് അതിന് ഡബിൾ കാർബണേറ്റ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നത് വുഡ്സ് റിയാക്ഷൻ ആണ്. വുഡ്സ് റിയാക്ഷൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, എടുക്കുന്ന ആൽക്കൈൽ ഹാലൈഡ് 2 എടുക്കണം, പ്ലസ് 2Na യൂസ് ചെയ്യണം. ആരോ മാർക്കിന് മുകളിൽ ഡ്രൈ ഈഥർ എന്നുള്ളത് കൊടുക്കണം. വുഡ്സ് റിയാക്ഷൻ നടന്ന് 2 ബ്രോമിനുകൾ പോയി CH3 CH2 CH2 CH3 എന്നുള്ള പ്രൊഡക്റ്റ് കിട്ടും, അഥവാ ബ്യൂട്ടൈൻ അവിടെ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടും. സോ ഇത്രയും ഡിസ്കസ് ചെയ്ത ക്വസ്റ്റൻസ് എല്ലാവർക്കും ക്ലിയർ ആയി വിചാരിക്കുന്നു. ബേസിക്സ് ലെവലിൽ അല്ലെങ്കിൽ ആവറേജ് ലെവലിൽ വരുന്ന ക്വസ്റ്റൻസ് മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഒരുപാട് ഡിഫിക്കൽട്ടി വരുന്ന വേറെയും ഒരുപാട് ക്വസ്റ്റൻസ് ഉണ്ട്, അത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചെയ്യുന്നതാണ്. താങ്ക് യു.